സഭയുടെ അരുമകളെ, ഉണരുക നവയുഗ ശില്പികളെ. മതബോധനമ മധുമുകളാന മതിവരുവോളം നിങ്ങൾ, മതിവരുവോളം നിങ്ങൾ. ഇന്നല പോയിന വിശ്വാസത്തിൽ നിരുപമദീപ്തി പരക്കാൻ, നിരുപമദീപ്തി പരക്കാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 5:17. ഏലിയ ശരിക്കും നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. എങ്കിലും ദുർബല സാഹചര്യങ്ങൾക്കിടയിൽ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. സ്വർഗമടയ്ക്കാനും വീണ്ടും തുറക്കാനും അവന്റെ പ്രാർത്ഥനയ്ക്കു കഴിഞ്ഞു. നമ്മെപ്പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. ഏലിയ നമ്മെപ്പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. സ്വർഗമടയ്ക്കാൻ മഴയകറ്റാൻ മനമുരുകുമ പ്രാർത്ഥനയ്ക്കായി, വീണ്ടും തുറക്കാൻ മഴ വിതറാൻ മനമുരുകുമ പ്രാർത്ഥനയ്ക്കായി. ഏലിയ നമ്മെപ്പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. ഏലിയ നമ്മെപ്പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. ആശ്രയിച്ചല്ലോ, തന്റെ പ്രവൃത്തികൾ ചെയ്യാൻ അവൻ ഉയർത്തപ്പെട്ടു. അവൻ വിശ്വസിച്ചല്ലോ, തന്നിൽ ആശ്രയിച്ചല്ലോ, തന്റെ പ്രവൃത്തികൾ ചെയ്യാൻ അവൻ ഉയർത്തപ്പെട്ടു. ഏലിയ നമ്മെപ്പോലൊരു മർത്യൻ, എന്നാലും കർത്താവിൽ ശക്തൻ. ഏലിയ നമ്മെപ്പോലൊരു മർത്യൻ,
വിശുദ്ധ യൗസേ പിതാവ് ക്ഷമയുടെ ദർപ്പണം. തന്നെ സമീപിക്കുന്നവർക്ക് ക്ഷമയുടെ മാധുര്യം ചൊരിയുന്ന സൂര്യ തേജസ്സാണ് വിശുദ്ധ യൗസേപ്പ്. ദൈവസ്വരത്തിനായി ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവപുത്രന്റെ വളർത്തപ്പൻ. ക്ഷമ ജീവിതശൈലിയായി മാറിയ ജോസഫിന്റെ ജീവിതം തിരുക്കുടുംബത്തെ മനോഹരമാക്കി. ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമായ ദൈവത്തെ വിശ്വസ്തയോടെ പിന്തുടരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാതലായ മാറ്റം സംഭവിക്കുകയും അത് അയാളുടെ മനോഭാവമായി മാറുകയും ചെയ്യും. കൂടുതൽ ക്ഷമയോടെ സഹിഷ്ണുതയോടെ ജീവിക്കാനും നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതങ്ങളെ കൂടുതൽ തരളിതമാക്കുവാനും ആ വ്യക്തിക്ക് കഴിയും. ക്ഷമയുടെ ദർപ്പണമായ യൗസേ പിതാവ് നമ്മുടെ മുഖത്തെ കൂടുതൽ സുന്ദരമാക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യദൈവമേ, ഏകദൈവം എന്ന പാഠഭാഗത്തിലൂടെ ഏകദൈവത്തിൽ ഉറച്ച വിശ്വാസത്തിലും അങ്ങയെ മാത്രം ആരാധിക്കാനുള്ള വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും സുഖം തന്നെയില്ലേ? കഴിഞ്ഞ പാഠം നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും 10 പ്രമാണങ്ങളെല്ലാം പഠിച്ചു എന്ന് സാറ് വിശ്വസിക്കുന്നു. അതിലെ ആദ്യത്തെ പ്രമാണമായ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന പ്രമാണത്തെ ആസ്പദമാക്കിയാണ് നമ്മളിപ്പോൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഈ പാഠത്തിൽ നമ്മൾ ആഹാബ് രാജാവിനെയും ഏലിയ പ്രവാചകനെയും പരിചയപ്പെടുന്നുണ്ട്. ഏകദൈവത്തിൽ ഉറച്ച വിശ്വാസം, പ്രത്യാശ, ഉപവി എന്നീ 3 പുണ്യങ്ങളെക്കുറിച്ച് നാം ഈ പാഠത്തിൽ പഠിക്കുന്നു. ഈ 1-ാം പ്രമാണം നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ചവിട്ടുപടിയായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. നാം ഇപ്പോൾ കണ്ട ഗാനരംഗം ആരെക്കുറിച്ചായിരുന്നു? ഏലിയെ കുറിച്ചായിരുന്നു. ആരാണ് ഏലിയ? സ്വർഗം തുറക്കുവാനും അടക്കുവാനും കഴിവുള്ളവൻ, ദൈവത്തിന് ഏക വിശ്വസ്തൻ. ഏലിയ ദൈവത്തിൻ്റെ ആദ്യത്തെ പ്രവാചകനാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണ്, ഉടമ്പടിയുടെ സംരക്ഷകനും. ഏലിയ എന്ന വാക്കിനർത്ഥം കർത്താവ് എൻ്റെ ദൈവം എന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ വിശ്വസ്തത, തീക്ഷ്ണത എരിയുന്നവനായിരുന്നു. സത്യദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു ഏലിയ. നമ്മുടെ പാഠഭാഗത്തിൽ ആദ്യ ഭാഗത്ത് ഏലിയ പ്രവാചകന്റെ ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത്. എന്താണ് സംഭവം? കർത്താവ് ഏകദൈവമെന്ന് തെളിയിക്കുന്നതാണ് സംഭവം. ഇസ്രായേലിൽ ആദ്യം ഭരിച്ചിരുന്നത് സാവൂൾ രാജാവ്, ദാവീദ് രാജാവ്, സോളമൻ രാജാവ് എന്നിവരായിരുന്നു. അതിനുശേഷം ഭരിച്ചിരുന്ന രാജാവായിരുന്നു ആഹാബ് രാജാവ്. ഇസ്രായേൽ ഭരിച്ചിരുന്ന സോളമൻ രാജാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വിഗ്രഹാരാധനയിൽ മുഴുകിപ്പോന്നിരുന്നു. അതിനെ തുടർന്ന് ആഹാബ് രാജാവിൻ്റെ ഭാര്യയായ ജസബൽ കൂടുതലായി ബാലി ദേവനെ ആരാധിച്ചു പോന്നിരുന്നു. ആ സമയത്താണ് വിഗ്രഹാരാധന കൂടുതലായി കണ്ടപ്പോൾ ദൈവം ഏലിയ പ്രവാചകനെ അയക്കുകയാണ്. ഏലിയ പ്രവാചകൻ വിഗ്രഹാരാധനയ്ക്കെതിരെ രാജാവിനോട് എതിർത്തു. അവർ തമ്മിൽ തർക്കമുണ്ടായി. കർത്താവാണ് ഏകസത്യദൈവം തെളിയിക്കാൻ ഏലിയ തീരുമാനിച്ചു. അതിനായി ഭാര്യ പുരോഹിതന്റെ അദ്ദേഹം വെല്ലുവിളിച്ചു. 2 കാളകളെ കഷ്ണങ്ങളാക്കി ബലിപീഠത്തിൽ വെക്കുക. ആകാശത്ത് നിന്ന് പ്രാർത്ഥന കേട്ട് അഗ്നി അയക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. ഏലിയയുടെ വെല്ലുവിളി സ്വീകരിച്ച് ഭാര്യയുടെ പുരോഹിതന്മാർ ബലിപീഠത്തിൽ ബലിവസ്തുക്കളും ഒരുക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ ബാലിദേവനെ വിളിച്ചപേക്ഷിച്ചു. എന്നാൽ പ്രതികരണം ലഭിച്ചില്ല. അപ്പോൾ ഏലിയ കല്ലേൽ കൊണ്ട് മറ്റൊരു ബലിപീഠമൊരുക്കി ഇപ്രകാരം പ്രാർത്ഥിച്ചു: അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഇവർക്ക് മനസ്സിലാക്കുന്നതിന് എനിക്ക് ഉത്തരം അരുളണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തു ദഹിപ്പിച്ചു.
ഇത് കണ്ട ജനം സാഷ്ടാംഗം വീണു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. അങ്ങനെ ഏലിയയുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് അവർ അംഗീകരിച്ചു. ഈ സംഭവം വിവരിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 18-ാം അധ്യായം 20 മുതൽ 40 വരെയാണ്. ഏകദൈവമെന്ന് ഏലിയ തെളിയിച്ച സംഭവം നമുക്കൊന്ന് കാണാം. ഇസ്രായേൽക്കാരെല്ലാം പിറ്റേന്ന് കാർമൽ മലയിൽ വന്നു ചേർന്നു. ബാലിന്റെ പുരോഹിതരും പ്രവാചകന്മാരുമെല്ലാം വന്നിരുന്നു. അവർ ഏകദേശം 850 പേരോളം ഉണ്ടായിരുന്നു. 2 തരത്തിലുള്ള ദൈവങ്ങളെ നിങ്ങൾ എത്ര നാളാണ് ആരാധിക്കുവാൻ പോകുന്നത്? എത്ര നാളാണ് ഇങ്ങനെ മനസ്സുമാറി നിങ്ങൾ കഴിയുന്നത്? കർത്താവാണ് ദൈവമെങ്കിൽ അവനെ ആരാധിക്കുക, എന്നാൽ ബാലാണ് ദൈവമെങ്കിൽ നിങ്ങൾ അവനെ അനുസരിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. കർത്താവിന്റെ പ്രവാചകനായി ഞാൻ മാത്രമേയുള്ളൂ, പക്ഷേ ബാലിന് 850-ൽ കൂടുതലും. രണ്ട് കാളകളെ കൊണ്ടുവരൂ, ഓരോന്നിനെയും ഓരോ ബലിപീഠത്തിൽ വെക്കൂ. പക്ഷേ തീ കൊളുത്തരുത്. ബലിയർപ്പണത്തിനായി അഗ്നി ആരാണ് അയച്ചു തരുന്നത്, അവനായിരിക്കും യഥാർത്ഥ ദൈവം. അത് നല്ല ഉപായമാണ്. അതെ, ആരാണ് യഥാർത്ഥ ദൈവമെന്ന് ഇന്നറിയാൻ പറ്റും. അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അയാൾ നമ്മളെ വെല്ലുവിളിക്കുകയാണ്. നമ്മൾ തോറ്റുപോയെങ്കിൽ? അതെ, എനിക്ക് പേടി തോന്നുന്നു. തോറ്റാൽ രാജാവ് മിക്കവാറും നമ്മെ കൊല്ലും. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? കാളകളെ കൊണ്ടുവരൂ. ബാലാണ് യഥാർത്ഥ ദൈവമെന്ന് നിങ്ങൾ തെളിയിക്കൂ. ഏലിയ വളരെ ആത്മവിശ്വാസത്തിലാണല്ലോ. ബാലിന്റെ പുരോഹിതരെ നോക്കൂ, അവർ ഇല പോലെ നിന്ന് വിറയ്ക്കുന്നു. ശരി, ഇവിടെ ബാലിന്റെ 850ഓളം പുരോഹിതന്മാരുണ്ടല്ലോ. അവരാദ്യം തുടങ്ങട്ടെ. കാളകളെ കൊണ്ടുവരൂ. ബാലിന്റെ പുരോഹിതന്മാർ ബലിപീഠം തയ്യാറാക്കി, വിറക് നിരത്തി, കാളയെ അറുത്തു ബലിപീഠത്തിൽ വെച്ചു. അവരുടെ ദൈവമായ ബാലിനെ ഉറക്ക വിളിച്ചു തുടങ്ങി. ബാൽദേവാ, അഗ്നി അയച്ചു തരൂ. അഗ്നി അയക്കൂ. ബാൽദേവാ, അഗ്നി അയക്കൂ. അഗ്നി 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 അയച്ചു തരൂ. അഗ്നി 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 ബാൽദേവാ, അഗ്നി 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 ബാൽദേവാ. എന്റെ ദേവാ, ഞങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. എന്തു പറ്റി? നിങ്ങളുടെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഉറക്ക വിളിക്കൂ. ദേവൻ ഉറങ്ങുകയായിരിക്കും, അല്ലെങ്കിൽ നടക്കാൻ പോയിരിക്കുകയായിരിക്കും. ഉറക്ക വിളിക്കൂ. പുരോഹിതന്മാർ ബലിപീഠത്തിന് ചുറ്റും ഉറക്ക വിളിച്ച് നൃത്തം ചെയ്ത് ബാൽദേവനോട് യാചിച്ചു. രാവിലെ മുതൽ ഉച്ചവരെ അവർ ഉറക്ക വിളിച്ചിട്ടും മറുപടി ഒന്നും കിട്ടിയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ദേവൻ അഗ്നി അയക്കാത്തത്? അത് ഇനി ബാൽ യഥാർത്ഥ ദൈവമല്ലാത്തത് കൊണ്ടാണോ? ഏലിയായുടെ ദൈവം അഗ്നി അയക്കുമോ എന്ന് നമുക്ക് നോക്കാം. അവസാനം ഏലിയ ആൾക്കാരെ ബലിപീഠത്തിന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. അയാൾ ബലിപീഠമൊരുക്കി, അയാൾ വിറകടുക്കി, കുറച്ച് കല്ലെടുത്ത് ബലിപീഠത്തിന് ചുറ്റും വെച്ചു. എന്നിട്ട് വളരെ വിചിത്രമായൊരു കാര്യം ഏലിയ ചെയ്തു. കാളയുടെയും വിറകിന്റെയും പുറത്ത് വെള്ളമൊഴിക്കാൻ ഏലിയ ആവശ്യപ്പെട്ടു. എന്ത്? ബലിപീഠത്തിന്റെ പുറത്ത് വെള്ളമൊഴിക്കാനാണോ അദ്ദേഹം ആവശ്യപ്പെടുന്നത്? വെള്ളമൊഴിച്ചാൽ പിന്നെ ആ വിറക് എങ്ങനെയാണ് കത്തുക? അയാൾ വിഡ്ഢിയാണ്. ബാൽ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അയാളുടെ ദൈവം അഗ്നി അയക്കുക? ഏലിയ പറഞ്ഞതുപോലെ ആളുകൾ ചെയ്തു. അവർ കാളയുടെയും വിറകിന്റെയും പുറത്ത് വെള്ളമൊഴിച്ചു. എല്ലാം വെള്ളം കൊണ്ട് നനഞ്ഞു. ബലിപീഠം മുഴുവൻ വെള്ളത്താൽ നനഞ്ഞു കഴിഞ്ഞപ്പോൾ ഏലിയ മുമ്പോട്ട് വന്ന് മെല്ലെ പ്രാർത്ഥിച്ചു. എന്റെ കർത്താവേ, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമേ, നീയാണ് യഥാർത്ഥ ദൈവമെന്നും ഞാൻ നിന്നെ അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും നീ തെളിയിക്കൂ. നിന്റെ ശക്തി ഈ ബലഹീനർക്ക് കാണിച്ചു കൊടുക്കൂ. നീയാണ് സത്യമായ ദൈവമെന്ന് ഇവർ കാണട്ടെ. ഏലിയ തന്റെ പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ ബലിപീഠം തീയാൽ മൂടപ്പെട്ടു. തീയെല്ലാം വിഴുങ്ങുകയും ചെയ്തു. എല്ലാം കത്തി തീരുകയും ചെയ്തു.
ചാലിലെ വെള്ളം പോലും വറ്റിത്തീർന്നു. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടു പോയ ആളുകൾ എല്ലാവരും സാഷ്ടാംഗം നിലത്തു വീണു. കർത്താവ് തന്നെയാണ് ദൈവം. കർത്താവ് അവൻ തന്നെയാണ് യഥാർത്ഥ ദൈവം. ക്ഷമിക്കൂ കർത്താവേ, നീ തന്നെയാണ് യഥാർത്ഥ ദൈവം. എന്ത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോളൂ. ബാലിന്റെ പുരോഹിതരെ എല്ലാം പിടിക്കൂ. ഒരാളും രക്ഷപ്പെടരുത്. കൊല്ലവരെ, എല്ലാവരെയും കൊല്ലൂ. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതൊക്കെ നമുക്ക് നാളെ കാണാം. ഏലിയുടെ പ്രാർത്ഥന എന്തായിരുന്നു? അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഇവർ മനസ്സിലാക്കുന്നതിന് എനിക്ക് ഉത്തരം നൽകണമേ. ഏലിയുടെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഇവർ മനസ്സിലാക്കുന്നതിന് എനിക്ക് ഉത്തരം നൽകണമേ. അപ്പോൾ ഏലിയുടെ പ്രാർത്ഥന കേട്ട് കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തു ദഹിപ്പിച്ചു. ഇത് കണ്ട ജനം സാഷ്ടാംഗം വീണ് പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. അങ്ങനെ ഏലിയുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് അവർ അംഗീകരിച്ചു. നമ്മുടെ ദൈവത്തെ നാം എപ്രകാരം സ്നേഹിക്കണമെന്നും ആരാധിക്കണമെന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവം ഏക ദൈവമാണ്. ഏക ദൈവത്തെ നാം വിശ്വസിക്കുന്നു. അവിടുത്തെ മാത്രമേ ആരാധിക്കാവൂ. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. നമ്മൾ എപ്രകാരമാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. നമ്മൾക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു. ഏക സത്യദൈവത്തിൽ ഇസ്രായേൽക്കാർ വിശ്വസിച്ചു. ലോകത്തിൽ ഏക സത്യദൈവത്തിന് തുടക്കം കുറിച്ചത് ഇസ്രായേൽ ജനം. ഒന്നാമത്തെ കൽപ്പന നമ്മോട് എന്തെല്ലാമാണ് ആവശ്യപ്പെടുന്നതെന്ന് നമുക്കിനി പഠിക്കാം. ഒന്നാമത്, ദൈവത്തിൽ വിശ്വസിക്കുക, അവിടുന്ന് പ്രത്യാശ വഹിക്കുക, എല്ലാറ്റിനുമുപരി ദൈവത്തെ സ്നേഹിക്കുക. ഒന്നാമത്തെ കൽപ്പന നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഏക ദൈവത്തിൽ ഉറച്ച വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നതാണ്. എന്താണ് വിശ്വാസം? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ? പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. ഇപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും തന്നെ ദൈവത്തെ കണ്ടിട്ടില്ല. എന്നാൽ നമ്മൾ ദൈവം ഉണ്ട് എന്ന ബോധ്യം ആണ് നമ്മുടെ വിശ്വാസം. ദൈവത്തോടുള്ള നമ്മുടെ കടമകൾ അവിടുന്ന് വസിക്കുകയും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നതാണ്. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. ദൈവിക വെളിപാടുള്ള മനുഷ്യന്റെ സമ്പൂർണ്ണ സമർപ്പണമാണ് വിശ്വാസം. വിശ്വാസത്തിനെതിരായ തിന്മകൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. മാമോദീസ വഴി ലഭിച്ച സത്യവിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് വിശ്വാസത്തിനെതിരായ പാപമാണ്. സത്യവിശ്വാസത്തെ ബോധപൂർവം എതിർക്കുന്നത്, ദൈവം ഇല്ലെന്ന് വാദിച്ച് ദൈവത്തെ അസ്തിത്വത്തെ നിഷേധിക്കുന്നത്, പാഷണ്ഡത, ദൈവികവും കത്തോലിക്കവുമായ വിശ്വാസത്തോടെ വിശ്വസിക്കേണ്ട ഏതെങ്കിലും ഒരു സത്യത്തെ മാമോദിസ സ്വീകരിച്ചതിന് ശേഷം ദുർവാശയോടെ നിഷേധിക്കുകയോ സംശയിക്കുകയോ ചെയ്യുന്നതാണ് പാഷണ്ഡത. എന്താണ് പ്രത്യാശ? ദൈവാനുഗ്രഹം ലഭിക്കുമെന്നുള്ള വിശ്വാസപൂർണമായ പ്രതീക്ഷയാണ് പ്രത്യാശ. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവാനുഗ്രഹം ലഭിക്കും എന്നുള്ള
വിശ്വാസപൂർണമായ പ്രതീക്ഷയാണ് പ്രത്യാശ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? നമുക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. പ്രത്യാശ നമുക്ക് ദൈവഭയം നൽകുന്നു. നന്മയുടെ പാതയിൽ ചരിക്കാൻ ദൈവഭയം നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിലുണ്ടാവുന്ന സഹനങ്ങളെ ദൈവപരിപാലനയിൽ ഏറ്റെടുക്കാൻ സാധിക്കുന്നത് പ്രത്യാശയിലാണ്. പ്രത്യാശയ്ക്ക് എതിരായ പാപമാണ് എന്ത്? നിരാശ. എന്താണ് ഉപവി അഥവാ സ്നേഹം? ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒരേ പുണ്യം തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെ സഹോദരനെയും സഹോദരനെ സ്നേഹിക്കുന്നതിലൂടെ ദൈവത്തെയുമാണ് നാം സ്നേഹിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കാനാണ് യേശു സ്വജീവൻ കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹത്തിനെതിരായ തിന്മകളാണ് വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയുള്ള സ്വാർത്ഥപരമായ സ്നേഹം. സ്നേഹത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും മനഃപൂർവ്വം അവഗണിക്കുന്ന നിസ്സംഗത. ദൈവത്തിന്റെ സ്നേഹത്തിന് പകരം സ്നേഹം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന നന്ദിഹീനത. ദൈവത്തോടും സഹോദരങ്ങളോടും തോന്നുന്ന വിദ്വേഷം. തിന്മയിലേക്ക് നയിക്കേണ്ട സഹോദരനെ തിന്മയിലേക്ക് നയിക്കാൻ നൽകുന്ന ദുഷ്പ്രേരണ എന്നിവയെല്ലാം സ്നേഹമെന്ന പുണ്യത്തിനെതിരായ പാപങ്ങളാണ്. അവിടത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റുക. ദൈവത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, വിശുദ്ധ വസ്തുക്കൾ തുടങ്ങിയവരുടെ ആദരവ് പ്രകടിപ്പിക്കുക. ദൈവശ്വാസത്തിന് നിരക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം സ്വീകരിക്കുക. സൃഷ്ടവസ്തുക്കൾക്കും വ്യക്തികൾക്കും ഉപരിയായി ദൈവത്തിന് സ്ഥാനം നൽകുകയും അവിടത്തെ ആരാധിക്കുകയും ചെയ്യുക. അവിടത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റുക. ഇനി നമുക്ക് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. നിരീശ്വരവാദം. ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ് നിരീശ്വരവാദികൾ. അവർ ദൈവമില്ലെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവർ. അത്തരം പ്രവൃത്തികൾ ഒന്നാം പ്രമാണത്തിന് ലംഘനമാണ്. വിഗ്രഹാരാധന. ദൈവത്തെ അല്ലാതെ മറ്റുള്ള വസ്തുക്കളെ വെച്ച് ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. ചിലർ വിഗ്രഹങ്ങളെ ദൈവമായി കാണുകയും സൂര്യൻ, വ്യക്തികൾ എന്നിവയെല്ലാം ആരാധിക്കുന്നുണ്ട്. അതെല്ലാം ഒന്നാം പ്രമാണത്തിനെതിരായ ലംഘനമാണ്. അന്ധവിശ്വാസം. ഇടത് കാൽ വെച്ച് കയറാതിരിക്കുക, പൂച്ച വിലങ്ങനെ ചാടുക, ചൂല് കാണുക തുടങ്ങിയവയെല്ലാം അപശകനമാണെന്നുള്ള ധാരണ. സ്ഥാനവും സമയവും നോക്കി വീട് പണിയുക. രോഗം മുതലായവ തകർച്ചയ്ക്ക് കാരണം സ്ഥാനദോഷമാണെന്ന് കരുതുക. ചില മാസങ്ങളും ദിവസങ്ങളും സമയങ്ങളും ദുസ്സൂചകമാണെന്ന് കരുതുന്നത് ഇതെല്ലാം അന്ധവിശ്വാസമാണ്. കൈനോട്ടം അന്ധവിശ്വാസം. നമ്മുടെ ഭാവി കാര്യങ്ങളും ഭൂതകാര്യങ്ങളും കൈനോക്കി പറയുന്നതാണ് കൈനോട്ടം. ഇത് ഒന്നാം പ്രമാണത്തിന് ലംഘനമാണ്. നിങ്ങളുടെ യാത്രയിൽ പലപ്പോഴും ചെയ്യാറുള്ള ഒന്നാണ് കൈനോട്ടം. നമ്മുടെ വിവാഹം എപ്പോൾ നടക്കും, നമുക്ക് എത്ര കുട്ടികളുണ്ടാകും, അതുപോലെ തന്നെ നമ്മളുടെ വിദ്യാഭ്യാസം എവിടം വരെ പോകും, ജോലി കിട്ടുമോ, സാമ്പത്തികം എങ്ങനെ, നമ്മുടെ മരണം എങ്ങനെ എന്നിങ്ങനെയെല്ലാം നമ്മൾ നമ്മുടെ കൈരേഖ ശാസ്ത്രം നോക്കിക്കാറുണ്ട്. ഇത് ഒന്നാം പ്രമാണത്തിനായ ലംഘനമാണ്. മന്ത്രവാദം. ശത്രുക്കളെ നശിപ്പിക്കുന്ന മാരണകർമ്മമാണ് മന്ത്രവാദം. നമ്മുടെ ഉദ്ദിഷ്ടകാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രവാദം ചെയ്യുന്നത്. ഇത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ്. മന്ത്രവാദം പോലെ ഒന്നാണ് കൂടോത്രം. ശത്രുക്കളെ നശിപ്പിക്കുകയും സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി വസ്തുക്കളെ ആവാഹിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ് കൂടോത്രം. ഇതെല്ലാം ഒന്നാം പ്രമാണത്തിന് ലംഘനം. ദുഷ്ടശക്തിയെ ആവാഹിക്കൽ, സാത്താൻ പൂജ തുടങ്ങിയവയെല്ലാം ഒന്നാം പ്രമാണത്തിനെതിരായ ലംഘനമാണ്. ഇപ്പൊ സാത്താനെയും ദുഷ്ടശക്തികളെയും ആവാഹിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള ഗെയിംസുകളും ഇപ്പോൾ കളികളൊക്കെ നിലവിലുണ്ട്. ഇതെല്ലാം ഒന്നാം പ്രമാണത്തിനെതിരായ പാപമാണ്. ഒരു കുട്ടിയുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തെ ആസ്പദമാക്കിയുള്ള ഒരു വീഡിയോയിലേക്ക് പോകാം.
എലിസബത്ത് കുഞ്ഞാ. അവളൊരു പെൺകുട്ടിയാ. അവൾക്ക് അമ്മയെ വേണം. എപ്പോഴും മേഴ്സിയാൻറ്റി കൂടി ഉണ്ടാവണമെന്നില്ല അച്ചായ. ജോണച്ചാ, 6 വർഷമായില്ലേ മെർലിൻ കിടപ്പിലായിട്ട്. ഒരുപാട് മെഡിസിൻസൊക്കെ നമ്മൾ അവളിൽ ട്രൈ ചെയ്തു. ഒന്നിനോടും അവളുടെ ശരീരം പ്രതികരിച്ചില്ല. പൈസ എത്ര കണ്ടാ ചെലവാക്കിയത്? എല്ലാ പ്രയോജനമുണ്ടോ? ഇല്ല ഫാദർ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ഈ ചായ മരുന്നുകൊണ്ട് തീരുന്ന വ്യാധിയല്ല അവളുടേത്. അവൾക്ക് വേണ്ടി സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തന്നത് അവളുടെ മേലൊരു കെട്ടുണ്ട്. ഒരു പൈശാചിക ബന്ധനത്തിന്റെ കെട്ട്. അതിന് നമുക്ക് അഴിക്കണം ചോണച്ചോ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ജേസി പറ. എന്തായാലും പറയൂ ജേസി. അതിപ്പോ പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. മലയമ്പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. 7 ദിവസവും ബസ്സിച്ച് പ്രാർത്ഥിക്കണം. ഒരു മാറ്റം ഉണ്ടാവും. ഞങ്ങൾ പോവാം ഫാദർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. വേറെ 2 സ്ഥലത്ത് പോവാനുണ്ട്. ഫാദർ, ചായ പിടിച്ചിട്ട് പോവാം. പിന്നെ ആവട്ടെ ചേച്ചി. പോയിട്ട് 1-2 കാര്യങ്ങളാണ്. പോട്ടെ ചായ. പോട്ടെ മോളെ. അവളുടെ മേലൊരു കെട്ടുണ്ട്. ഒരു പൈശാചിക ബന്ധനത്തിന്റെ കെട്ട്. പപ്പ, പള്ളിയിലെ കൗൺസിലിംഗ് കഴിഞ്ഞ് യൂത്തിന്റെ സെമിനാർ ഉണ്ട്. വരാൻ കുറച്ച് വൈകും. പോയിട്ടോ. ഗുഡ് മോർണിംഗ്. പപ്പയുടെ എൽസമോള് നേരത്തെ എണീറ്റോ? ആഹാ. കഴിക്കാൻ എടുക്കട്ടെ ജോണേ? ചായ മതി, ഞാൻ ഫ്രഷ് ആയിട്ടില്ല. ഫാദർ പറഞ്ഞ പോലെ മലയമ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച മമ്മിയുടെ അസുഖം മാറോ? മാറുമായിരിക്കും. നമുക്കൊരു ദിവസം പോവാം മോളെ. പോകാന്ന് പറഞ്ഞപ്പോ ജോണേ, പോണം. അല്ല പിന്നെ നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചാ മെർലി മോളെ എണീറ്റ് നടക്കുന്നു എനിക്ക് ഉറപ്പാണ്. നീ അതിനു വേണ്ടി ഇത്തിരി സമയം കണ്ടെത്തടാ. ഈ മാസം ഒരുപാട് വർക്ക് ലോഡ് ഉണ്ട്. അടുത്ത മാസം. എനിക്ക് ഇത് കേൾക്കുമ്പോഴാണ് കുടുംബത്തിന്റെ എന്ത് കാര്യം പറഞ്ഞാലും അപ്പൊ അവന് ഭയങ്കര തിരക്കായിക്കോളൂ. ഒരു കാര്യം പറയാൻ കേൾക്കൂല. പോണ്ട, എന്നാലും പോണ്ട ഇവിടുന്ന്. അല്ല പിന്നെ നീ എന്നെ വിളിച്ച ഒരു കാര്യം പറയണ്ട. എനിക്ക് ഒരു കാര്യം നിന്നെ കേൾക്കേ വേണ്ട. അച്ഛനെല്ലാം എത്ര പറഞ്ഞാലും ഇവന് ഇവിടെ ഒന്നും കേൾക്കാൻ പോണില്ല. അവനെ എങ്ങനെയാണ് പ്രവർത്തനം കുറിച്ച് ഒന്നും ഇല്ലല്ല. ഈ നടപ്പല്ലേ എപ്പോഴും തിരക്കെന്ന് പറഞ്ഞോണ്ട്. എന്റെ കാലം കഴിഞ്ഞാൽ കാണാം ഈ കുടുംബം ആര് നോക്കി നടത്തുമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കൊന്നും അറിയാമല്ലോ എന്റെ പൊന്നു കർത്താവേ. എന്ത് പറഞ്ഞാലും ഒരു മേശാഞ്ചി, അതിന് വെച്ച് വിളമ്പി കൊടുക്കാൻ മേശാഞ്ചി വേണം. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ കേൾക്കൂല. വെളുപ്പിന് 5 മണി തുടങ്ങിയുള്ള നിപ്പാണ്. മനുഷ്യന്റെ കാല് കഴിച്ച് വിട്ടുപോയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയണമെന്ന് കരുതി അങ്ങനെ അനുസരിച്ചാൽ എന്താണ്? ആ ഒരു പരിപാടി ഇവിടെ നടക്കൂല.
എൽസ, ആരാ? ലൂസിഫർ. എന്തിനാ നീ ഇവിടെ വന്നത്? എന്റെ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചാൽ എന്റെ മമ്മിയുടെ അസുഖം മാറും. ആരാ മോളോട് ഈ അരുതാത്തൊക്കെ പറഞ്ഞ് പറ്റിച്ചേ? എന്നാലും പറഞ്ഞ് പറ്റിച്ചിട്ടില്ല. ഫാദർ മേഴ്സാൻറ്റി പറഞ്ഞല്ലോ. മോള് തിരിച്ചു പോ. നീ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഫാദർ എന്താ പറഞ്ഞേ? നിന്റെ പപ്പ പ്രാർത്ഥിക്കണം, നിന്റെ ചേട്ടൻ പ്രാർത്ഥിക്കണം, അങ്ങനെ നിന്റെ കുടുംബത്തിലെ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ? ഇല്ല. മോളിപ്പ ചെല്ലേ. ഞാൻ പപ്പനെ കൊണ്ട് പ്രാർത്ഥിച്ചാലോ? എൽസ, നിന്റെ പപ്പയ്ക്ക് ഇവിടെ വരാൻ കഴിയില്ല. അവൻ പാപിയാണ്. അല്ല, എന്റെ പപ്പ നല്ലതാ. നീ നോണ പറയാ. കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നവരുടെ തലമുറയല്ലേ നീ? അപ്പോ നീ കണ്ടല്ലേ വിശ്വസിക്കൂ. കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ എൽസ, നിന്റെ പപ്പ പാപിയാണെന്ന്. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് നീ തിരിച്ചു പോ. ഇനി നിനക്ക് ആരാ ഉള്ളത്? ഞാൻ ചേട്ടനെ കൊണ്ട് വന്നാലോ? എൽറോയ്. ദൈവകൃപ നിറയുന്ന നിമിഷമാണ് നമ്മുടെ സെമിനാറിൽ. തീർച്ചയായിട്ടും എല്ലാവരും ഇതിൽ വന്ന് പങ്കെടുക്കണം. ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് വന്നു നിറയും. ഫാദർ നേരത്തെ പോകേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോട്ടെ. ഓക്കെ. ദൈവത്തിന്റെ അനുഗ്രഹം തടയുന്ന നിമിഷങ്ങൾ, യുവത്വങ്ങൾ, നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു നിറയുന്ന ഓരോ തടസ്സങ്ങളും പൈശാചിക ബന്ധനത്തിൻ്റെതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മദ്യം, മയക്കുമരുന്ന് ഇന്നീ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെപ്പോ വരും? നോ ഐഡിയ. വന്നാ മതി. ബ്രോ, ഹേ ബ്രോ, ആയിട്ടുണ്ട്. പൊളിയാണ്. മൂടാണ് മോനെ, മൂട്. നല്ല മണിപ്പൂരി സാധനമാണ്. കിളി പോകാൻ ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. പരിപാടി ഒരു ഡ്രൈവ് പോയല്ലോ. ഞാൻ എടുത്തോളാം. ആവേശ റോട്ടിലൊന്നും കാണിക്കല്ലേട്ടാ, എല്ലാരും അടിച്ച് മൂടായിരിക്കണ്. ഓ, ഒരു മൂടായിട്ടില്ല അളിയ, ആയി വരുന്നുള്ളൂ. അടോ ഓറടക്കരാ. കരഞ്ഞിട്ട് കാര്യമില്ല എൽസ. ഇനി നിനക്ക് ആരുമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ കൂടെ പിറപ്പും പാപിയാണെന്ന്? ഇനിയെങ്കിലും തിരിച്ചു പോ എൽസ. പാപികൾക്കുള്ളതല്ല ഈ ദേവാലയം, അവർക്കുള്ളത് ഞാൻ പണിയുന്നുണ്ട്. ഇനി ആരാ നിനക്കുള്ളത്? പറ എൽസ. വാ. എനിക്കെന്റെ മേഴ്സാൻറ്റി ഉണ്ട്. എന്റെ മെർലി, ഒരു കണക്കിന് നീ തന്നെയാണ് ഭാഗ്യവതി. ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ കിടന്നാ മതിയല്ല, വീട്ടിലെ കാര്യമൊന്നും അറിയണ്ടല്ലോ. എന്റെ കാര്യം അതല്ലടേ,
100 കൂട്ടം കാര്യങ്ങളാണ്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. ഈ ഭൂമിയിൽ കാശില്ലാതെ ഒരു കാര്യങ്ങളും നടക്കൂല മോളെ. ചാക്കോച്ചേട്ടൻ്റെ 4 കുറിയാണ് ഇവിടെ കിടക്കുന്നത്. ഡയാനെ പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചെടുത്തതാണേ. അതുകൊണ്ട് ഒരു റോളിങ്ങിന് വേണ്ടി മേശേൻ്റെ ഇതങ്ങോട്ട് എടുക്കുകയാണ്. ഒന്നും തോന്നരുത് കേട്ടാ. കണ്ടില്ലേ നിന്റെ മേഴ്സി ആന്റിയെ? എൽസ, തീർന്നില്ലേ? ഇനിയെങ്കിലും നിനക്ക് തിരിച്ചു പോക്കൂടെ? ഇല്ല, ഞാൻ തിരിച്ചു പോവില്ല. എനിക്ക് പ്രാർത്ഥിക്കണം. എൽസ, എൽസ നീ അങ്ങോട്ട് പോരുത്. എൽസ, എൽസ ഇവിടെ വരാൻ. നിന്നോടല്ല അങ്ങോട്ട് പോരുത് പറഞ്ഞത്. എനിക്ക് പ്രാർത്ഥിക്കണം. നീ പോവില്ല. എലിസബത്ത്, എലിസബത്ത്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അങ്ങോട്ട് പോവല്ലേ? എലിസബത്ത്, ഞാൻ എത്ര തവണ ഞാൻ പറഞ്ഞു നിന്നോട്? ലൂസിഫർ, ലൂസിഫർ, അവൾ എന്റേതാണ്. ലൂസിഫർ, എന്റെ രക്തത്താൽ സകല മനുഷ്യരുടെയും പാപക്കറകൾ ഞാൻ കഴുകിക്കളഞ്ഞിരിക്കുന്നു. ഇവൾ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. ഇവൾ എന്റേതാണ്. ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവളിൽ നിന്ന് നീ അകന്നു പോ. bigger than Lucifer.
എന്താണ് ആരാധന? ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. വിശുദ്ധരെ നാം ആരാധിക്കുന്നില്ല, വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമുള്ളതാണ് ആരാധന. നാം വിശുദ്ധരെ ഒരിക്കലും ആരാധിക്കുന്നില്ല, വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളിൽ പലർക്കും ചോദിക്കുന്ന ചോദ്യമാണ്, വിശുദ്ധരെ നാം ആരാധിക്കുന്ന വഴി വിഗ്രഹാരാധനയല്ലേ ചെയ്യുന്നതെന്ന്. അത് ഒരിക്കലും അല്ല. നാം വിശുദ്ധർക്ക് വണക്കം മാത്രമാണ് കൊടുക്കുന്നത്. ദൈവാരാധനയും വിശുദ്ധരോടുള്ള വണക്കവും. സഭയിൽ ആരാധനാ വണക്കങ്ങളെ സൂചിപ്പിക്കുന്നതിന് പ്രത്യേക വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. സഭയുടെ പ്രബോധനമനുസരിച്ച് വിശുദ്ധർക്ക് നൽകുന്നത് വണക്കവും, പരിശുദ്ധ കന്യകാ മറിയത്തിന് നൽകുന്നത് പ്രത്യേക വണക്കവും, പരമകാരുണികനായ ദൈവത്തിന് നൽകുന്നത് ആരാധനയുമാണ്. ലത്രിയ എന്ന ലത്തീൻ പദം ദൈവാരാധനയെ സൂചിപ്പിക്കുന്നു. ഈ വാക്കിന്റെ അർത്ഥം ആരാധന അഥവാ ഏറ്റവും ശ്രേഷ്ഠമായ ബഹുമാനം എന്നെല്ലാമാണ്. ധൂളിയ എന്ന പദം വിശുദ്ധരോടുള്ള വണക്കത്തെ അഥവാ വിശുദ്ധർക്ക് സഭ നൽകുന്ന ആദരവിനെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധ മറിയത്തിന് നൽകുന്ന പ്രത്യേക വണക്കത്തെ സൂചിപ്പിക്കുന്നതിന് ഹൈപ്പർ ധൂളിയ എന്ന പദം ഉപയോഗിക്കുന്നു. ദൈവമാതാവിന്റെ ലുത്തിനിയ നിങ്ങൾക്കറിയാമല്ലോ. ലുത്തിനിയുടെ ആദ്യ ഭാഗത്ത് ത്രിത്വൈക ദൈവത്തോട് നാം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പിന്നീടുള്ള ഭാഗം മാതാവിനോടുള്ള അപേക്ഷയാണ്. മാതാവ് നമ്മെ നേരിട്ട് അനുഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ അനുഗ്രഹിക്കുന്ന ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നാണ് ചൊല്ലുന്നത്. വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. വിശുദ്ധരെ നാം ആരാധിക്കുന്നില്ല, വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സഭയുടെ പാരമ്പര്യത്തിൽ എന്നും വിശുദ്ധരെ വണങ്ങുന്നതിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. 3 തലങ്ങളിലും കാരണങ്ങളിലുമാണ് നാം വിശുദ്ധരെ വണങ്ങുന്നത്. 1, അവരുടെ വിശുദ്ധിയാൽ നാം അവരെ ആദരിക്കുന്നു. 2, വിശുദ്ധരെ അനുകരിക്കാൻ നാം പരിശ്രമിക്കുന്നു. 3, ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കാൻ നാം വിശുദ്ധരോട് ആവശ്യപ്പെടുന്നു. വിശുദ്ധരോടുള്ള വണക്കത്തെയും തിരുസ്വരൂപങ്ങളോടുള്ള പ്രാർത്ഥനയും വിഗ്രഹാരാധനയായി ചിലർ വിമർശിക്കാറുണ്ട്. സ്വരൂപങ്ങൾക്ക് നൽകുന്ന ക്രൈസ്തവ വണക്കം വിഗ്രഹങ്ങളെ നിരോധിക്കുന്ന 1-ാം കൽപ്പനയ്ക്ക് വിരുദ്ധമല്ല. ഒരു സ്വരൂപത്തിന് നൽകുന്ന വണക്കം അതിന്റെ അതിരൂപത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അതിൽ ചിത്രീകരിക്കപ്പെട്ട വ്യക്തിയെയാണ് വണങ്ങുന്നത്. അതിനാൽ ഇത് വിഗ്രഹാരാധനയല്ല. പരിശുദ്ധ മറിയത്തോടുള്ള പ്രത്യേക വണക്കം. ലോകരക്ഷകനായ ദൈവപുത്രനെ നമുക്കായി സമ്മാനിക്കാൻ ദൈവത്തോട് സഹകരിച്ച മനുഷ്യ വ്യക്തിയാണ് പരിശുദ്ധ കന്യകാ മറിയം. അതിനാൽ പരിശുദ്ധ കന്യകാ മറിയത്തിന് സഭ പ്രത്യേക വണക്കം നൽകുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പരിശുദ്ധ അമ്മ അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യുമ്പോൾ അതിലുപരി പുത്രൻ അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും മഹത്വീകൃതമാക്കപ്പെടുകയും ചെയ്യും. മാതൃഭക്തി സഭയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അമ്മ യേശുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന വലിയ ചാലക ശക്തിയാണ് എന്ന് സഭ എന്നും പഠിപ്പിക്കുന്നുണ്ട്. മറിയത്തെപ്പറ്റി ഒട്ടനവധി വിശേഷണങ്ങൾ സഭയിൽ നിലനിൽക്കുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് തിന്മയിലൂടെ നടക്കുന്ന മനുഷ്യർ അതുവഴി നിത്യശിക്ഷയിലേക്ക് നിപതിക്കുന്നത് നോക്കി നിൽക്കുവാൻ സാധിക്കാത്ത അമ്മ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പ്രായശ്ചിത്തത്തിനും പ്രാർത്ഥനയ്ക്കും ആഹ്വാനം ചെയ്യുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലവുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന പേരുകളാണ് കർമ്മല മാതാവ്, ലൂർദ് മാതാവ്, ഫാത്തിമ മാതാവ്, വേളാങ്കണ്ണി മാതാവ്, വല്ലാർപാടത്തമ്മ, കൊരട്ടിമുത്തി, വെച്ചൂർ മുത്തി മുതലായവർ. എല്ലാം പരിശുദ്ധ കന്യകാ മറിയം തന്നെ.
അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടുവല്ലോ. കാരണം മറിയം ദൈവത്തിൻ്റെ അമ്മയായതിനാൽ മറ്റുള്ള വിശുദ്ധരേക്കാൾ ഉപരി പ്രത്യേകമായ വണക്കമാണ് നാം പരിശുദ്ധ കന്യാമറിയത്തിന് നൽകുന്നത്. ആരാണ് വിശുദ്ധർ? യേശുവിൻ്റെ പെസഹാ രഹസ്യം വിശ്വസ്തയോടെ ജീവിച്ച് വിജയം കൈവരിച്ചവരാണ് വിശുദ്ധർ. വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ആരാണ്? യേശുവിൻ്റെ പെസഹാ രഹസ്യം വിശ്വസ്തയോടെ ജീവിച്ച് വിജയം കൈവരിച്ചവരാണ് വിശുദ്ധർ. യേശുവിൻ്റെ പെസഹാ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിൻ്റെ പെസഹാ രഹസ്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനം, മരണം, ഉദ്ധാനം ഇവ ജീവിതത്തിൽ നിറവേറ്റിയവരാണ് വിശുദ്ധർ. അവർ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റുകയും സഹോദര സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മാതൃകപരമായ ജീവിതം നയിക്കുകയും ചെയ്തു. നമുക്ക് മാതൃകവും പ്രചോദനവുമാണ് തിരുസഭ വിശുദ്ധരെ നൽകിയിരിക്കുന്നത്. നമുക്ക് എന്തിനാണ് വിശുദ്ധരെ തിരുസഭ നൽകിയിരിക്കുന്നത്? അവർ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റുകയും സഹോദര സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മാതൃകപരമായ ജീവിതം നയിക്കുകയും ചെയ്തു. ഈ മാതൃക പ്രചോദനവും നൽകുന്നതിന് വേണ്ടിയാണ് തിരുസഭ നമുക്ക് വിശുദ്ധരെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കും വിശുദ്ധരാകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റിയാൽ ഞാനും നിങ്ങളും എല്ലാവരും വിശുദ്ധരാകും. അവ ഏതെല്ലാമെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് വിശുദ്ധരാകണ്ടേ? ആരാണ് വിശുദ്ധർ? യേശുവിൻ്റെ ഒരു വിശുദ്ധനായി തീരണമെന്നുണ്ടെങ്കിൽ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അതിനായി ആഗ്രഹിക്കുക. വിശുദ്ധ തോമസ് അക്വിനാസ്. നിങ്ങളുടെ ആത്മീയ വായന നിങ്ങൾ അവഗണിക്കരുത്. പുണ്യവായന അനേകരെ വിശുദ്ധരാക്കിയിട്ടുണ്ട്. വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവ. ഏതെങ്കിലും ഒരു പാപം ചെയ്തുവെന്ന് മനസ്സിലായാൽ ഞാൻ ഉടൻ തന്നെ അതിന് തക്കതായ ഒരു പ്രായശ്ചിത്തം ചെയ്യും. കുംഭസാരത്തിൽ ലഭിക്കുന്ന പ്രായശ്ചിത്തത്തിന് പുറമെയാണിത്. വിശുദ്ധിയിൽ വളരാൻ ഇതേറെ സഹായിക്കും. വിശുദ്ധ അൽഫോൻസാമ. വിഷപ്പാമ്പിൽ നിന്നെന്ന പോലെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നിങ്ങൾ ഓടിയകലണം. നിങ്ങൾക്ക് ആത്മീയരായ നല്ല കൂട്ടുകാരുണ്ടായാൽ നിങ്ങൾ സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവസന്നിധിയിലായിരിക്കുമെന്ന് ഞാൻ വാക്കുതരാം. എന്നാൽ നിങ്ങൾക്ക് ചീത്ത കൂട്ടുകാരുണ്ടായാൽ നിങ്ങൾ സ്വയം ചീത്തയാവുകയും നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന അപകടകരമായ അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും. വിശുദ്ധ ഡോൺ ബോസ്കോ. നിങ്ങളെ വിശുദ്ധരാക്കണമേ എന്ന് നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കണം. കാരണം അവന് മാത്രമേ അത് ചെയ്യാനാവുകയുള്ളൂ. വിശുദ്ധരാകണമെങ്കിൽ പതിവായി കുമ്പസാരിക്കുകയും മുടങ്ങാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക. വിശുദ്ധ ഡൊമിനിക് സാവിയോ. അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചുത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്നതിൽ വലിയ വിശുദ്ധി അടങ്ങിയിരിക്കുന്നു. നാം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വിശുദ്ധരാകണ്ട എന്നാണ് അർത്ഥം. വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവ. നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കാവൽ മാലാഖയെ വിളിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സഹായിക്കുവാൻ അവൻ തൽപരനാണ്. പിശാചിനെ അവഗണിക്കുകയും ഭയപ്പെടാതിരിക്കുകയും വേണം. കാരണം നിങ്ങളുടെ കാവൽ മാലാഖയെ കാണുന്ന മാത്രയിൽ അവൻ ഭയപ്പെടുകയും ഓടിക്കളയുകയുമാണ് ചെയ്യുക. വിശുദ്ധ ഡോൺ ബോസ്കോ. എല്ലാ വിശുദ്ധരും നന്നായി തുടങ്ങിയവരല്ല, പക്ഷേ എല്ലാവരും നന്നായി അവസാനിപ്പിച്ചവരാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി. നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങണം. എന്നെ വിശ്വസിക്കും, ഒരു വിശുദ്ധനാകാൻ തുടങ്ങേണ്ടതിന് നാളെ വരെ കാത്തിരിക്കരുത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ. എന്താ, വിശുദ്ധിയിൽ വളരുവാനുള്ള ഒരു പ്രചോദനം ലഭിക്കുന്നില്ലേ?
ഒരു നല്ല കുമ്പസാരത്തോടെ ഇന്ന് തന്നെ തുടങ്ങിയാലും അങ്ങനെയാകട്ടെ. ദൈവം അതിനായി അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഒന്നാം പ്രമാണം നമ്മോട് എന്താണ് ആഹ്വാനം ചെയ്യുന്നത്? ആകാശത്തിന്റെയും ഭൂമിയുടെയും മനുഷ്യരുടെയും സൃഷ്ടിക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം ഏകനാണ്. ഏക ദൈവത്തിൽ വിശ്വസിക്കുവാനും അവിടുന്ന് പ്രത്യാശ വയ്ക്കുവാനും അവിടുത്തെ സ്നേഹിക്കുവാനും ഒന്നാം പ്രമാണം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സ്നേഹത്തിൽ നിന്നാണ്. അതിനാൽ അവിടുത്തെ ആരാധിക്കുക എന്നത് സൃഷ്ടികളായ നമ്മുടെ കടമയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനായിരിക്കണം പ്രഥമ സ്ഥാനം. അപ്പോൾ നമ്മളോട് ഈ ഒന്നാം പ്രമാണം എന്താണ് ആവശ്യപ്പെടുന്നത്? ഏക ദൈവത്തിൽ ഉറച്ച വിശ്വാസം, അവിടുന്ന് പ്രത്യാശ, അവിടുത്തെ സ്നേഹിക്കാനും ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുവാനാണ് നമ്മളോട് ഈ ഒന്നാം പ്രമാണം ആവശ്യപ്പെടുന്നത്. ഒന്നാം പ്രമാണം നമ്മോട് എന്താണ് ആഹ്വാനം ചെയ്യുന്നത്? ആകാശത്തിന്റെയും ഭൂമിയുടെയും മനുഷ്യരുടെയും സൃഷ്ടിക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം ഏകനാണ്. ഏക ദൈവത്തിൽ വിശ്വസിക്കുവാനും അവിടുന്ന് പ്രത്യാശ വയ്ക്കുവാനും അവിടുത്തെ സ്നേഹിക്കുവാനും ഒന്നാം പ്രമാണം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സ്നേഹത്തിൽ നിന്നാണ്. അതിനാൽ അവിടുത്തെ ആരാധിക്കുക എന്നത് സൃഷ്ടികളായ നമ്മുടെ കടമയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനായിരിക്കണം പ്രഥമ സ്ഥാനം. അപ്പോൾ നമ്മളോട് ഈ ഒന്നാം പ്രമാണം എന്താണ് ആവശ്യപ്പെടുന്നത്? ഏക ദൈവത്തിൽ ഉറച്ച വിശ്വാസം, അവിടുന്ന് പ്രത്യാശ, അവിടുത്തെ സ്നേഹിക്കാനും ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുവാനാണ് നമ്മളോട് ഈ ഒന്നാം പ്രമാണം ആവശ്യപ്പെടുന്നത്. ഞാൻ ഒന്നാം പ്രമാണം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഏകദൈവത്തിൽ ഉറച്ച വിശ്വാസം, ദൈവത്തിൽ മാത്രം പ്രത്യാശ, എല്ലാറ്റിനുപരി ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന് പ്രഥമ സ്ഥാനം, വാഗ്ദാനങ്ങൾ നിറവേറ്റുക എന്നിവയാണ് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. വിഗ്രഹ ആരാധന, മന്ത്രവാദം, ദൈവനിന്ദ എന്നിവയെല്ലാം ഒന്നാം പ്രമാണത്തിന്റെ ലംഘനങ്ങൾ ആണ്. ഒന്നാമത്തെ കൽപ്പന നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക, അവിടുന്നിൽ മാത്രം പ്രത്യാശ വയ്ക്കുക, എല്ലാറ്റിനുപരി അവിടുത്തെ സ്നേഹിക്കുക. സൃഷ്ടിവസ്തുക്കൾക്കും വ്യക്തികൾക്കും ഉപരിയായി ദൈവത്തിനു സ്ഥാനം നൽകുകയും അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുക. അവിടുത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റുക. ദൈവത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, വിശുദ്ധ വസ്തുക്കൾ തുടങ്ങിയവയോട് ആദരം പ്രകടിപ്പിക്കുക. ദൈവവിശ്വാസത്തിനു നിരക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം സ്വീകരിക്കുക. നരിശാരവാദം, വിഗ്രഹ ആരാധന, മന്ത്രവാദം, അന്ധവിശ്വാസം, ദൈവനിന്ദ, ദുഷ്ടശക്തികളെ അവഹിക്കൽ, സാത്താൻ പൂജ തുടങ്ങിയവയെല്ലാം ദൈവകോപം വിളിച്ചു വരുത്തും. ഇവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കണം.